SSCGL 2022 ക്ലിയർ ചെയ്തു. ഇപ്പൊ ഞാൻ ട്രിവാൻഡ്രം AG's ഓഫീസിൽ ഓഡിറ്റർ പോസ്റ്റിൽ വർക്ക് ചെയ്യണം. ഹായ്, എന്റെ പേര് ദിനു. ഞാൻ SSCGL 2022 ബാച്ചിലെ ഓഡിറ്റർ ആയിട്ട് അപ്പോയിന്റ് ആയതാണ്. അപ്പോൾ എന്റെ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ PG പഠിക്കുന്ന സമയം എനിക്ക് SSC എന്താണ് അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എന്നൊരു തോട്ട് എന്റെ മനസ്സിൽ ഉണ്ടായിരുന്നതല്ല. അപ്പൊ ഈ ഒരു പെട്ടെന്നൊരു ജോലി, ആക്ച്വലി ഞാൻ എന്റെ ജേർണി ഞാൻ പ്ലാൻ ചെയ്തിരുന്നത് ഒരു ടീച്ചിങ് ഫീൽഡിലേക്ക് പോവുക എന്നുള്ള ഒരു പ്ലാനോട് കൂടിയായിരുന്നു. അപ്പൊ അങ്ങനെ പോകുമ്പോൾ അതില് എത്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ സമയ താമസം ഉള്ളത് കൊണ്ട് പെട്ടെന്നൊരു ജോലി എന്നുള്ളൊരു തോട്ട് എന്റെ മൈൻഡിലേക്ക് വരാണ്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഈ ഒരു SSCയെ കുറിച്ച് അറിയുന്നതും അത് പ്രിപ്പയർ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഏതൊരു പ്രിപ്പറേഷൻ ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമുക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മളൊരു നല്ല കോച്ചിങ് സെന്റർ അന്വേഷിക്കണം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഗൂഗിള് അങ്ങനെ ഫ്രണ്ട്സ് ഓൾറെഡി പ്രിപ്പയർ ചെയ്യുന്നവര് അങ്ങനെ അവരോടൊക്കെ അന്വേഷിച്ച് കർമ്മ അക്കാഡമിയിൽ എത്തിപ്പെടുകയാണ്. എനിക്ക് വേണ്ടിയിരുന്നത് ഒരു ബേസ് ബിൽഡ് ചെയ്യാൻ. എനിക്ക് എക്സാമിനെ കുറിച്ച് അറിയില്ല, ഞാൻ ഈ ഒരു ഫീൽഡിൽ പുതുതായിട്ട് വരുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് ഒരു ബേസ്, എങ്ങനെ ഒരു എക്സാമിനെ അപ്രോച്ച് ചെയ്യണം, എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ഇതിന് വേണ്ടത്, ഏതൊക്കെ പോർഷൻസ് എങ്ങനെ കവർ ചെയ്യണം, അപ്പൊ ആ ഒരു ഐഡിയ എനിക്ക് ശരിക്കും കിട്ടുന്നത് ഈ അക്കാഡമിയിൽ വന്നതിന് ശേഷമാണ്. ഇവിടെ ഒരുപാട് മെന്റേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ലൈബ്രറി ഉണ്ട്, ലൈബ്രറി സിസ്റ്റം. അപ്പൊ നമുക്ക് വേണ്ട ബുക്സും കാര്യങ്ങളും എല്ലാം അവിടെ അവൈലബിൾ ആയിരുന്നു. അതിനോടൊപ്പം ഇവിടെ വന്നപ്പോൾ ഒരുപാട് ഫയറുള്ള, എന്നെ പോലെ തന്നെ ഈ ഒരു എക്സാമിനെ അത്ര സീരിയസ് ആയിട്ട് കാണുന്ന ഒരുപാട് ഫ്രണ്ട്സിനെ എനിക്ക് ഇവിടെ നിന്ന് കിട്ടും. അപ്പോൾ അവരുടെ കൂടെ ഗ്രൂപ്പായിട്ട് പഠിക്കാനും നമുക്ക് എന്തെങ്കിലും സംശയങ്ങൾ വന്നാൽ ക്ലിയർ ചെയ്യാനും മെന്റേഴ്സും അതുപോലെ തന്നെ ഈ ഫ്രണ്ട്സും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അപ്പൊ എന്റെ ജേർണി കുറച്ചുകൂടെ എളുപ്പമായി. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് എന്റെ CGL അറ്റംപ്റ്റ് കൊടുക്കുന്നത്. ബട്ട് ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അതിൽ ഒരുപാട് നിരാശ ഉണ്ടായിരുന്നു. എന്നാലും ഒരു 7 months അപ്പുറം CGL 2022 അപ്പോ ഞാൻ എന്റെ കംപ്ലീറ്റ് ഫോക്കസും ആ ഒരു എക്സാമിലേക്ക് കൊടുത്തു. അങ്ങനെ ഡെയിലി സാറ്റർഡേസും ഞാൻ അക്കാഡമിയിൽ വരുമായിരുന്നു, അവിടുത്തെ ലൈബ്രറി ഫെസിലിറ്റീസ് യൂസ് ചെയ്തു. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഈ ഒരു കമ്പൈൻഡ് ആയിട്ട് പഠിച്ചതിന്റെ ഫലമായിട്ടാണ് എനിക്ക് SSCGL 2022 ക്ലിയർ ചെയ്തു. ഇപ്പൊ ഞാൻ ട്രിവാൻഡ്രം AG's ഓഫീസിൽ ഓഡിറ്റർ പോസ്റ്റിൽ വർക്ക് ചെയ്യണം. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്റെ ഒരു ഫ്രണ്ട് സർക്കിളിൽ ഈ കർമ്മ അക്കാഡമിയിൽ വന്നതിന് ശേഷം എനിക്ക് കിട്ടിയ ഒരു ഫ്രണ്ട് സർക്കിളിൽ എല്ലാവരും തന്നെ ഇന്ന് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിൽ ഓരോ പോസ്റ്റുകളിൽ ഇരിക്കുന്നുണ്ട്. അപ്പോ നമ്മളൊരു അക്കാഡമി ചൂസ് ചെയ്യുമ്പോൾ ഇതുപോലെ നല്ല പ്രോപ്പർ ആയിട്ടുള്ളൊരു ഫെസിലിറ്റീസ്, അതുപോലെ മെന്റേഴ്സ്, റിസൾട്ട്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് നല്ലൊരു അക്കാഡമി ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ പോലെ തന്നെ ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ജേർണി എന്ന് പറയുന്നത് വളരെ എളുപ്പമായിരിക്കും. ഇനി എനിക്ക് പറയാനുള്ളത് ഈ ഒരു എക്സാമിനെ ഈ എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരോടാണ്. അപ്പോ നമ്മളൊരു എക്സാം, ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ഇറങ്ങുമ്പോൾ ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് നമ്മളെ ഫ്രണ്ടിൽ ഉണ്ടാവും. നമ്മളെ കൊണ്ട് പറ്റുമോ, നമ്മൾ സെൽഫ് ഡൗട്ട് എന്ന് പറയുന്ന സംഭവം നമുക്കുണ്ടാവും. നമ്മളെ കൊണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റുമോ, ഇത്രയും ആൾക്കാർ പ്രിപ്പയർ ചെയ്യുന്ന, ഇത്രയും കോമ്പറ്റീഷൻ ഉള്ള ഒരു എക്സാമാണ്. അപ്പൊ അങ്ങനെയുള്ളവരാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു എക്സാമിന് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് സീരിയസ് ആയിട്ടും കാണുന്നത് വളരെ കുറച്ച് ആൾക്കാർ. ഇത്ര വലിയൊരു ആൾക്കാർ അറ്റംപ്റ്റ് ചെയ്യുന്നതാണെങ്കിലും ആ എക്സാമിനെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്നവർ വളരെ ചുരുക്കമാണ്. ഒരു 1 lakh 2 lakhs ഉണ്ടാവും. അപ്പൊ ആ ഒരു ആൾക്കാരോടാണ് നമ്മൾ ശരിക്കും മത്സരിക്കേണ്ടത്. അവരോട് മത്സരിച്ച് അതിൽ നമുക്കൊരു സക്സസ് കണ്ടെത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ എക്സാം ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാവുന്നതുള്ളൂ. അപ്പൊ നിങ്ങൾ സ്വയം ബിലീവ് ചെയ്യുക, ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന്. അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക. വേണ്ട സപ്പോർട്ട് പ്രോപ്പർ അക്കാഡമി കണ്ടുപിടിച്ച് അവരുടെ ഹെൽപ്പ് അവെയിൽ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ അത്രയേ ഉള്ളൂ പറയാം.